തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭമാകുമ്പോൾ വീണ്ടും ചില പത്രങ്ങളും മാധ്യമങ്ങളും സഖാവ് പിണറായി വിജയൻ്റെ പേര് വലിച്ചിഴച്ച് അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട എക്സലോജിക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് ആദ്യം തന്നെ വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ എക്സലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ കരാറും ആ കരാറിൻ്റെ ഭാഗമായിട്ട് 2-3 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തികമായ ഇടപാടുകളുമെല്ലാം നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുതന്നെ വിവിധ രീതിയിൽ ഇപ്പോൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ BJP ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇവിടെ BJPയുടെ വക്താവായിട്ട് പിന്നീട് മാറി നമുക്കെല്ലാം മനസ്സിലായി. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് വിജിലൻസ് കോടതി മുഖേന മൂവാറ്റുപുഴയിൽ ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തു. കോടതി ആ കേസ് തള്ളി. അപ്പോൾ വളരെ വ്യക്തമായി അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നു. ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ SFIO അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി മന്ത്രാലയത്തിന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കത്ത് കൊടുത്തു. എല്ലാം കൃത്യമായ അജണ്ടയാണ്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210, 211 വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. ഇത് കോടതി 2024 ഫെബ്രുവരി 12-ാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി BJPയുടെ രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവും. 2024 ജനുവരി 31-ാം തീയതി ഷോൺ ജോർജും PC ജോർജും ഡൽഹിയിൽ വെച്ച് BJPയിൽ ചേരുകയാണ്. അന്ന് വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. രണ്ടും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിൽ BJPയിൽ ചേർന്ന ഉടൻ തന്നെ അന്വേഷണം നടത്തുക എന്ന രീതി വ്യക്തമാക്കുന്നത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാണ്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്നത്. ഇനി SFIO എന്ന് പറയുന്നത് അവരുടെ കമ്പനി നിയമം അനുസരിച്ച് 210(1) ഈ പ്രകാരമാണ് അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. SFIO എന്ന് പറയുന്നത് കമ്പനി ആക്ടിലെ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഏജൻസിയാണ്. അപ്പോൾ ഇത് വാർത്ത സൃഷ്ടിച്ച് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പൂർണ്ണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങളിതിനെ എതിർക്കും, നിയമപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയും തിരക്കഥയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തി വരുന്നു എന്നാണ്. നടത്തി കഴിഞ്ഞു എന്നല്ല, ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇനി ഇലക്ഷൻ വരുന്നത് വരെ 2-3 മാസം എന്തെല്ലാം കഥകളാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നത്, ഇതുമാത്രമല്ല നിരവധി മേഖല വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അപവാദ കള്ള പ്രചരണത്തെയും ഫലപ്രദമായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് CPIM ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടാണ് യഥാർത്ഥത്തിൽ BJPയുടെ അജണ്ട പോലെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ എല്ലാം ചേർത്തുകൊണ്ട് ഈ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കേസുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതും BJPയിലേക്ക് ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവുക എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ KSIDCയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണത്തിലും അതൊരു പ്രത്യേക വ്യവസായ സംരംഭകരെ സഹായിക്കത്തക്ക രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന കേരള വ്യവസായ വികസന കോർപ്പറേഷൻ 13.41% ഓഹരി പങ്കാളിത്തമുണ്ടെന്ന കാര്യമാണ് ഇവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് തന്നെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40ഓളം സ്ഥാപനങ്ങളിൽ ഇത്തരം നിക്ഷേപങ്ങൾ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. അതിലും വലിയ രീതിയിലുള്ള ലാഭവിഹിതം അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിക്ഷേപം നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലോ ദൈനംദിന കാര്യങ്ങളിലോ സർക്കാരിന് യാതൊരു ബന്ധവും ഉണ്ടാവേണ്ട കാര്യമില്ല. വസ്തുത ഇങ്ങനെയായിരിക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കള്ളപ്രചാരവേല സംഘടിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ കണക്കിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും പരിശോധിക്കുന്നില്ല. അതിലെ ആ പണം കൈപ്പറ്റിയവരെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ട് UDF നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ ടെമ്പിൾ എക്സ്പെൻസിൻ്റെ ഭാഗമായിട്ട് 17.47 കോടി പറയുന്നുണ്ട്. മറ്റ് വിവിധ കണക്കുകൾ പറഞ്ഞിട്ട് 73.38 കോടിയെ സംബന്ധിച്ചുള്ള പരാമർശത്തെപ്പറ്റി ഇവരാരും ഒരു തരത്തിലുള്ള കാര്യങ്ങളും വിശദീകരിക്കാതെ 1.72 കോടിയുടെ പേരും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എങ്ങനെയാണ് ഈ കാര്യം എത്തിക്കുക എന്നുള്ള ചർച്ച കുറേ മാസമായിട്ട് മുമ്പും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇത് കുറേയും കൂടി ശക്തിയായിട്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും തന്നെ ഇത് കാര്യം തുറന്നു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു അജണ്ടയായിട്ടാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ UDFും ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.